എൻ്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ചില ദിവസം ഇങ്ങനെ ആയിരിക്കും, ചില ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ രാവിലെ കുറച്ച് വഴുതനങ്ങ, അപ്പോൾ കത്തിരിക്കയും വഴുതനങ്ങയും എനിക്ക് തിരിഞ്ഞു പോകും. ഇത് വഴുതനങ്ങയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് മെഴുക്ക് പുരട്ടാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ട് തേങ്ങ ക്ലീൻ ചെയ്ത് അത് പൊട്ടിച്ചൊക്കെ അങ്ങോട്ട് വെച്ച്, പിന്നെ മോനിക്കുള്ള ഫുഡ് കുറുക്ക്, ഹെൽത്ത് മിക്സ് അതൊന്ന് കുറുക്കി അതൊന്ന് തണുക്കാൻ വെച്ചിട്ട് മോനെ കുളിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് എണ്ണ തലയിൽ തേച്ച് നിർത്തും. അപ്പോൾ അവനെ എണ്ണയൊക്കെ തേച്ച് നിർത്തിയിട്ട് തേങ്ങ ചുരണ്ടാനായിട്ട് പോയി. മോൻ എപ്പോഴും അവൻ്റെ തല എപ്പോഴും തേങ്ങ ചുരണ്ടുമ്പോൾ അവിടെ കാണും. കാരണമെന്ന് പറഞ്ഞാൽ അവനിക്ക് ആ തേങ്ങ ചുരണ്ടുന്ന ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നോക്കി നിൽക്കും. അങ്ങനെ തേങ്ങയൊക്കെ ചുരണ്ടി കഴിഞ്ഞിട്ട് മോനിക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തേങ്ങ എടുത്ത് കറിക്കൊന്ന് അരച്ച്, കറി വയ്ക്കണമല്ലോ, അതിന് കറിക്കടിച്ച് വെച്ചിട്ട് ഞാൻ ഒരു മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അരിഞ്ഞ് മാങ്ങയും തക്കാളിയും പച്ചമുളകും മീനൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് മോനെ കുളിപ്പിക്കാൻ ഇറങ്ങി. ഭയങ്കര വെയിലാണ് ഗൈസ്, നല്ല വെയിലാണ്. ഇവിടെ പാറയും മലയും അങ്ങനെയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ മോനെയും കുളിപ്പിച്ച് കിടത്തി ഉറക്കിയിട്ട് ഞാൻ വന്ന് കറിയൊക്കെ വന്ന് ഏകദേശം സെറ്റായി. ചോറും എല്ലാമൊക്കെ വെച്ച് കേട്ടോ, ചോറും മെഴുക്ക് പുരട്ടിയും കറിയും ഒക്കെ ആയി. പിന്നെ നമ്മുടെ പാത്രം കഴുകൽ, അതൊരു വലിയ ടാസ്ക് പിടിച്ച പണിയാണല്ലോ. അപ്പോൾ അതുമൊക്കെ ഞാൻ ഒന്ന് കഴുകി വെച്ച്, മോനും കുറച്ചൊക്കെ വാരിയിട്ട് തരും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് സിങ്കും അതിൻ്റെ ടൈലിൻ്റെ പുറമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അടുക്കളയൊക്കെ ഒന്ന് തൂത്തുവാരി. പിന്നെ നമ്മുടെ റൂമും ഹാളും ഒക്കെ ഞാൻ നേരത്തെ തൂത്തായിരുന്നു, രാവിലെ തന്നെ എണീറ്റുടനെ തൂത്ത്, അല്ലെങ്കിൽ മോൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് സമയം കിട്ടണ്ടേ, അപ്പോൾ എല്ലാം പെട്ടെന്നൊന്ന് തീർക്കാൻ വേണ്ടി അതൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഉണങ്ങി തുണിയൊക്കെ ഏകദേശം ഒന്ന് കരിഞ്ഞ് അതൊക്കെ ഒന്ന് വറക്കിയിട്ടിട്ട് ഒരു ഇത്തിരി വെള്ളവും കുടിച്ച് ഒരു പഴമൊക്കെ കഴിച്ചിട്ട് അടുത്ത തുണി കഴുകാനായിട്ട് ഇറങ്ങി. തുണിയും കഴുകിയിട്ട് ഞാനും പോയി കുളിച്ച്, അത് കഴിഞ്ഞ് പാലിന് പാത്രമൊക്കെ കൊണ്ട് വെച്ചപ്പോഴേക്കും മോനുണർന്നു. അപ്പോഴേക്കും ഇക്ക വന്നു. മോനും ഇക്കായും കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന സമയത്ത് പാലൊക്കെ വന്ന് ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ട് മോനിക്കുള്ള ഫുഡ് കൊടുത്ത്. അതും വലിയൊരു ടാസ്ക് പിടിച്ച പണിയാണ്. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങളും ഫുഡ് കഴിച്ച് മോനെയും കുളിപ്പിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന്. പിന്നെ ഇക്ക എൻ്റെ അടുത്ത് ചോദിച്ച്, ഒരു മാമാടെ കടയുണ്ട്, അവിടെ ദോശയും ചമ്മന്തിയും കിട്ടും, നമുക്ക് പോയി കഴിച്ചാലോ. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ പോയി. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തപ്പോൾ ഒരു മുത്തശ്ശി വന്നു. അപ്പോൾ സുഖമില്ലാത്ത ആൾ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് കൊടുത്തു. മുത്തശ്ശി പോയി. പിന്നെ ഞങ്ങൾ കഴിച്ചതും മുത്തശ്ശി മേടിച്ചതിൻ്റെയൊക്കെ ബില്ലടച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹായിക്കണം കേട്ടോ. താങ്ക് യു.